പ്ലസ് ടുവിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 9 മാർക്കാണ് ഈ ചാപ്റ്റർ വരുന്നത്. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. സോ ഏറ്റവും ആദ്യം കണ്ടിന്യൂറ്റി ആണ്. കണ്ടിന്യൂറ്റിയിൽ 2 രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. ഫസ്റ്റ് ഇതേപോലെ ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഇതെന്തെന്നാലും പഠിക്കണം. ദെൻ അതുപോലെ കെ കണ്ടുപിടിക്കാനുള്ള കണ്ടിന്യൂസ് ആണെന്ന് തരും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിട്ട് എടുത്തിട്ട് കെ കണ്ടുപിടിക്കുക. ദെൻ അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് ഇതേപോലെയുള്ളത് സംഭവമാണ് AX+B, അതായത് എയും ബിയും കണ്ടുപിടിക്കണം. കണ്ടിന്യൂസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. എയും ബിയും കണ്ടുപിടിക്കാനുള്ള പ്രീവിയസ് ഇയറിൽ 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയാണ്. ദെൻ പിന്നെ നമ്മൾ പഠിക്കുന്നത് ഇംപ്ലിസിറ്റ് ആൻഡ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ എക്സും വൈ ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് വരും. എന്നിട്ട് അതിനെല്ലാവരും സോൾവ് ചെയ്തിട്ട് നമ്മൾ ആരെ കണ്ടുപിടിക്കുക? dy/dx കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മൾ ഫോർമുലകൾ അറിഞ്ഞാലാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലോഗരിതമിക് ഫംഗ്ഷൻസ് ആണ്. ലോഗരിതമിക് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ ലോഗ് അപ്ലൈ ചെയ്യണം. എപ്പോഴൊക്കെയാണ് ലോഗ് അപ്ലൈ ചെയ്യുക? ഇതേപോലെ ഒന്നിലധികം, അതായത് ഇതേപോലെ cos x × cos 2x × cos 3x ഇങ്ങനെ മൾട്ടിപ്ലൈ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? 2 സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യുക, ഡെറിവേറ്റീവ് കാണുക. ദെൻ ഇതേപോലെ റേസ് ടു പവർ ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? 2 സൈഡിലും ലോഗ് അപ്ലൈ ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ മോഡലുകളും ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ദെൻ പാരാമെട്രിക് ഫോം ആണ്. പാരാമെട്രിക് ഫോം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണൽ ഭയങ്കര കുറവാണ്. അതായത് ഇതേപോലെ എക്സും വൈയും തീറ്റയുടെയോ ടീൻ്റെയോ ഫോമിൽ തരും. എന്നിട്ട് നമ്മുടെ അടുത്ത് എന്ത് കണ്ടുപിടിക്കാൻ പറയും? dy/dx. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? dx/dθ, അടുത്തത് dy/dθ. ദെൻ സോൾവ് ചെയ്യുക, ആൻസർ കിട്ടും. ദെൻ ഏറ്റവും ലാസ്റ്റ് നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ dy/dx കിട്ടും. ഒരു പ്രാവശ്യം കൂടി ചെയ്യുമ്പോൾ d²y/dx². അതിൻ്റെ ഇതേപോലെയുള്ള പ്രൂഫ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തുവന്നാലും ചെയ്ത് പഠിക്കുക. ഒരാളും കൂടി ഉണ്ട് ഇങ്ങനത്തെ മോഡലും, ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല സെറ്റ് ആക്കിയിട്ടൊന്ന് നോട്ട് ചെയ്ത് പോവുക. നല്ല അടിപൊളിയായിട്ട് പഠിച്ച് മാർക്ക് മേടിക്കുക. ഓൾ ദ